നമസ്കാരം. എന്തരാണല്ലേ? ഇതൊരു ഇൻസൈൻ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് അടിപൊളി ഫൈറ്റ് മാത്രമല്ല, കുറേ ലോർ ഡ്രോപ്പും ഉണ്ട്. യു ജി സുഗണൻ തമ്മിലുള്ള ബന്ധവും അതെങ്ങനെയാണ് യു ജിയുടെ പവറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നുള്ളത് എല്ലാം ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് നമുക്ക് അധികം സമയം കളയാതെ ചാപ്റ്ററിൻ്റെ റിവ്യൂ തുടങ്ങാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കും കൊണ്ടാണ്. സുക്കണയും ഒറുഹുമയും ഷിൻജുക്കുലുള്ള ഒരു ബിൽഡിങ് റൂഫ് ടോപ്പിലിരിക്കുവാണ്. ഈ സീൻ നടക്കുന്നത് ഗോജ അവന് 200% ഹോളോ പർപ്പിൾ ഷിബുയിൽ നിന്ന് വിടുന്നതിന് മുമ്പാണ്. ഒറുഹുമ ചോദിക്കും, ഇറ്റഡോറി യൂജി അവൻ ശരിക്കും ആരാണ്? ഒറുഹുമയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റി അവൻ്റെ ബോഡിക്കകത്ത് സുക്കണയുടെ റെമനൻസ്. ഇത് സുക്കണ അവൻ്റെ ദേഹത്തുണ്ടായിരുന്ന സമയത്ത് മിച്ചം കിടന്ന പവറല്ല. ഒറുഹുമയോട് ഉദ്ദേശിക്കുന്നത് യൂജി എന്താണ് സ്പെഷ്യലായിട്ടുള്ള ഒരാളായിരിക്കണമെന്ന്. ഇതിന് സുക്കണ പറയും, അതെ, യൂജി സ്പെഷ്യലാണ്, കാരണം അവൻ കെഞ്ചാക്കുവിൻ്റെ മോനാണ്. കെഞ്ചാക്കു ഒരു കാരണമില്ലാതെ ഒരു കൊച്ചിനെ ഉണ്ടാക്കത്തില്ല. ഇവിടെ വെച്ചാണ് സുക്കണ നമ്മളോട് വലിയ റിവീൽ നടത്തുന്നത്. യൂജിയുടെ അച്ഛൻ ജിൻ ഈറ്റഡോറി സുക്കണയുടെ ട്വിൻ ബ്രദറിൻ്റെ റീഇൻകാർണേഷനാണ്. കെഞ്ചാക്കു ഈ സുക്കണയുടെ ട്വിന്നിൻ്റെ റീഇൻകാർണേഷനോടൊപ്പം കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെട്ടു യൂജിനെ ഉണ്ടാക്കാൻ വേണ്ടി. സുക്കണയ്ക്കൊരു ട്വിൻ ഉണ്ടായിരുന്നുള്ള തിയറി കമ്മ്യൂണിറ്റി നേരത്തെ മുതലുള്ളതാണ്. കാരണം നമുക്ക് സുക്കണയുടെ ശരിക്കുള്ള ഫോം കണ്ടെത്താൻ മനസ്സിലാവും. 4 കൈയും 4 കണ്ണും 2 വായും ഉള്ളപ്പം എല്ലാവർക്കും ട്വിൻ ഉണ്ടായിരുന്നൊരു തിയറി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, റിയൽ ലൈഫിലുള്ള സുക്കണ കഞ്ചോവിൻ്റെ ട്വിൻസാണ്. ഞാൻ എൻ്റെ സുക്കണ ഒറിജിൻ വീഡിയോയിൽ ഇതിനെപ്പറ്റി നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. ഈ ചാപ്റ്ററിലൂടെ നമുക്ക് ആ തിയറി കൺഫേം ആയിട്ടുണ്ട്. മിക്ക ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരുന്നത് യൂജിയാണ് സുക്കണയുടെ ട്വിന്നെന്ന്. പക്ഷേ അത് ശരിക്കും യൂജിയുടെ അച്ഛനായിരുന്നു. സുക്കണ അവൻ്റെ അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് അവൻ വിശന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ ട്വിന്നിനെ കഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ട്വിന്നിൻ്റെ സോള് എങ്ങനെയോ കറങ്ങി നടന്ന സമയത്ത് കെഞ്ചാക്കുവിൻ്റെ കയ്യിൽ എത്തിപ്പെട്ടു. നമ്മൾ മാക്കിയെയും മായയിലും കൂടെ കണ്ടതാണ് എങ്ങനെയാണ് ജുജുത്സു വേൾഡ് ട്വിൻസിനെ ഒന്നായിട്ട് കാണുന്നതെന്ന്. ട്വിൻസ് ആയത് കാരണം മാക്കിക്ക് അവളുടെ ഹെവൻലി റിസ്ട്രിക്ഷൻ്റെ ഫുൾ പവറും കിട്ടായിരുന്നത്. കാരണം ഹെവൻലി റിസ്ട്രിക്ഷൻ ഉള്ളപ്പം കേസ്റ്റ് എനർജി കാണല്. പക്ഷേ മായയ്ക്ക് കേസ്റ്റ് എനർജി ഉള്ള കാരണം അവരുടെ 2 പേരുടെ സോള് ജുജുത്സു വേൾഡ് ഒന്നായിട്ട് കാണുന്ന കാരണം ഹെവൻലി റിസ്ട്രിക്ഷൻ കിട്ടിയില്ല. അതുപോലെ മായയുടെ കേസ്റ്റ് എനർജി ഭയങ്കര കുറവായിരുന്നു. മായ മരിക്കുന്നതോടൊപ്പം അവരുടെ 2 പേരുടെ സോളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേസ്റ്റ് എനർജി മൊത്തത്തോടെ പോയതുകൊണ്ട് മാക്കിയുടെ ഫുൾ ഹെവൻലി റിസ്ട്രിക്ഷൻ അൺലോക്ക് ആയിരുന്നു. പക്ഷേ സുക്കണയുടെ കാര്യത്തിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നടന്ന പോലെയാണ്. ഇതായിരിക്കും സുക്കണയ്ക്ക് ഇത്രയും കേസ്റ്റ് എനർജി വരാനുള്ള കാരണം. ബോട്ടംലെസ് ആയിട്ടുള്ള കേസ്റ്റ് എനർജി ഉണ്ടെന്ന് പറയുന്ന യൂട്ടയേക്കാളും ഇരട്ടി കേസ്റ്റ് എനർജിയാണ് സുക്കണയ്ക്കുള്ളത്. അതുമാത്രമല്ല, യൂജി സുക്കണയുടെ വെസലാകാൻ ഉറപ്പ് വരുത്താൻ വേണ്ടി യൂജി ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ ദേഹത്തൊരു സുക്കണയുടെ ഫിംഗർ സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോർഷാഡോയിങ് നമ്മൾ സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കണ്ടതാണ്. മെഗുമി യൂജിനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അവൻ സുക്കണയുടെ പ്രസൻസ് സെൻസ് ചെയ്തായിരുന്നു. നമ്മളെല്ലാവരും അതിനെപ്പറ്റി വിചാരിച്ചിരുന്നത് യൂജി അവൻ്റെ കൂട്ടുകാർക്ക് കൊടുത്ത ഫിംഗറിൻ്റെ റെമനൻസ് ആയിരുന്നെന്നാണ്. പക്ഷേ അത് ശരിക്കും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സീൽ ചെയ്ത് സുക്കണ ഫിംഗറിൻ്റെ പ്രസൻസ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉറുഹുമ ചിന്തിക്കും, ഇതിൻ്റെ അർത്ഥം ഈറ്റഡോറി യൂജിക്ക് സുക്കണ-സാൻ്റെ അത്രയും ലേറ്റൻറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന്. ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം നേരെ നമ്മൾ ഫൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. യൂജി സുക്കണ അവരുടെ ഫൈറ്റിംഗ് സ്റ്റാൻസിൽ നിന്ന് സ്റ്റെയർ ഡൗൺ ചെയ്യുവാണ്. സുക്കണ യൂജിനെ കയറി പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് യൂജി അത് ബ്ലോക്ക് ചെയ്തിട്ട് സുക്കണയ്ക്കിട്ടൊരു ബ്ലാക്ക് ഫ്ലാഷ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം വേറൊരു ബ്ലാക്ക് ഫ്ലാഷും കൂടെ. യൂജി ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ പറന്നു പോകുമ്പോഴാണ് അവൻ അതിൻ്റെ അകത്തുള്ളൊരു പില്ലറെ കയറി പിടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവൻ പിടിച്ചിരിക്കുന്ന പില്ലറിൽ കൂടെ അത്രയും കൊണ്ട് മുറിക്കുന്ന സിമ്പൽ പോലെ വരും. യൂജി ഇങ്ങനെ കാണുമ്പോൾ തന്നെ സുക്കണയ്ക്ക് മനസ്സിലാവും. അപ്പോഴാണ് നറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇപ്പോൾ യൂജിക്കുള്ളിൽ 2 കേസ് ടെക്നിക്കുണ്ട്. അതിലാദ്യത്തേത് ബ്ലഡ് മാനിപ്പുലേഷൻ. ഇതവന് ബാക്കിയുള്ള ഡെത്ത് പെയിൻറ്റിംഗ് മൂവ്സിനെ കഴിച്ച് കിട്ടിയതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അവൻ്റെ ബോഡി ഇൻഗ്രേവ് ചെയ്ത് സുക്കണയുടെ ഷ്രൈനും ആണ്. അവസാനമായിട്ട് നമുക്ക് കോൺഫർമേഷൻ കിട്ടി, സുക്കണയുടെ കേസ് ടെക്നിക്കിൻ്റെ പേര് ഷ്രൈൻ എന്ന് തന്നെയാണ്. യൂജിക്ക് ഇപ്പോൾ ഈ ഷ്രൈൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ആകാൻ കാരണം അവൻ ബ്ലാക്ക് ഫ്ലാഷ് അടിച്ച് അവേക്കൺ സ്റ്റേറ്റിൽ ആയതുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം കണ്ടതാണ് നറേറ്റർ പറയുന്നുണ്ട് യൂജി ബ്ലാക്ക് ഫ്ലാഷ് അടിച്ചതിന് ശേഷം അവൻ്റെ അവേക്കൺ സ്റ്റേറ്റിലായിട്ടുണ്ടെന്ന്. യൂജി ആ പില്ലറിൻ്റെ ഭാഗം മുറിച്ചെടുത്തിട്ട് സുക്കണയ്ക്കിട്ട് എറിയും. എന്നിട്ട് ആ പില്ലർ ഇടിച്ച് പൊട്ടിച്ചിട്ട് സുക്കണയുടെ കാലെ കയറി പിടിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും യൂജി അവൻ്റെ കാല് മുറിക്കാൻ വേണ്ടി നോക്കുന്നത്. അവൻ്റെ കാലെ കൂടെ അത്രയും കൊണ്ട് മുറിക്കാനുള്ള മാർക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഉള്ളൊരു സാധനമല്ല. ഇത് വേറെ യൂജി ചിന്തിക്കുന്നത് മാത്രമാണ് എങ്ങനെയാണ് ടെക്നിക്ക് പോകേണ്ടതെന്ന്. നമുക്കറിയാം ഇപ്പോഴത്തെ എറ എന്ന് പറയുന്നത് ഭയങ്കര സമാധാനവും ശാന്തിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ വയലൻസ് തീരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ മുറിക്കുന്ന കാര്യം ആലോചിച്ച് കഴിയുമ്പം
മെയിനായിട്ട് വരുന്നത് കത്രികയും കൊണ്ട് മുറിക്കുന്നതാണ്. അതേസമയം സുക്കണ എങ്ങനെയാണ് ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചിന്തിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അവൻ ബ്രൂട്ടലായിട്ട് നേരെ സ്ലാഷസ് അങ്ങ് വിടുവാണ്. കാരണം സുക്കണ ഉണ്ടായിരുന്ന ഏറ ഭയങ്കര ബ്രൂട്ടലായിരുന്നു. അതുകൊണ്ട് മുറിക്കാന്നൊക്കെ അവിടെ ഉദ്ദേശിക്കുന്നത് നേരെ കൊല്ലാൻ വേണ്ടി വെട്ടുന്നതാണ്. അതുപോലെ ഇത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുത്തു കാണിക്കുന്നുണ്ട്. യൂജി ഇത് ഉപയോഗിക്കുന്നത് ആവശ്യമുള്ളത് മാത്രം മുറിക്കാൻ വേണ്ടി മാത്രമാണ്. അതേസമയം സുഗുണം ബ്രൂട്ടലായിട്ട് ആ സ്ലാഷസ് വിടുവാണ്. ഇവർ രണ്ടുപേരും കറക്റ്റ് ഓപ്പോസിറ്റ്സ് ആണ്. യൂജി അവനെ കാല് മുറിക്കുന്നതിന് മുമ്പ് സുഗുണം അവനെതിരെ കുറേ സ്ലാഷസ് വിടും. യൂജി ഇതെല്ലാം ഡയറക്റ്റ് മേടിക്കും. ഇവൻ ഈ സ്ലാഷസിൽ കൂടെ സുഗുണം കിട്ട ഒരു ബ്ലാക്ക് ഫ്ലാഷ് കൂടെ കൊടുക്കും. അവൻ ഈ ടെക്നിക്ക് പുതിയതായിട്ട് പഠിച്ചുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് കുറവാണ്. പക്ഷേ അവൻ്റെ ഇടി ഭയങ്കര വിഷയമാണ്. ഇതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഈ ഫ്ലാഷ് ബാക്ക് ഗോജോ അൺസീലായതിനു ശേഷമുള്ളതാണ്. ഈ ഫ്ലാഷ് ബാക്കിൽ ഗോജോ, ഇജിജി, ഷോക്കോ ഇവരുടെ അടുത്ത് ഈനോ ചോദിക്കുവാണ് അവർക്ക് അവൻ നാനാമിയുടെ കേസ് ടൂൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമുണ്ടോയെന്ന്. അവരെല്ലാവരും പറയും അത് കുഴപ്പമൊന്നുമില്ല, കാരണം അവനാണ് നാനാമിയുടെ കൂടെ ഏറ്റവും സമയം ചെലവഴിച്ചത്. അതുമാത്രമല്ല അവനെയാണ് നാനാമി ബാക്കിയുള്ള ആരേക്കാളും കൂടുതൽ വിശ്വസിക്കുന്നത്. ഇതിനുശേഷം ഫൈറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈനോ അവൻ്റെ 4ാമത്തെ ഓസ്പീഷ്യസ് ബീസ്റ്റായ ഡ്രാഗൺ റിയുവിനെ ഉപയോഗിക്കുന്നത്. ഈ ഡ്രാഗൺ സുക്കോണയെ അടിച്ച് ബിൽഡിങ്ങിനകത്തോടെ വിടും. പക്ഷേ ഇതിന് അധികം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് സുക്കോണ ഇതിനെ മുറിച്ച് കളയും. അതിനിടയ്ക്ക് ഈനോ നാനാമിയുടെ ബ്ലേഡും കൊണ്ട് സുക്കോണയെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ സുക്കോണയെ ചവിട്ടി പിടിക്കും. ഇതുവരെ ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു. അപ്പോൾ തന്നെ യൂജി പുറകിൽ വരും, വീണ്ടും ഒരു ബ്ലാക്ക് ഫ്ലാഷ് കൊടുക്കും. ഇത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ സുക്കോണയ്ക്ക് ദേഷ്യം വരാൻ വേണ്ടി തുടങ്ങും. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. അവനിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ബ്ലാക്ക് ഫ്ലാഷ് അടിക്കുന്നത് ഒന്നും അല്ലെന്നുള്ള രീതിയിലാണ്. ഇതിനിടയ്ക്ക് ഈനോ നാനാമിയോട് ക്ഷമ ചോദിക്കും. ഇത് അവൻ്റെ ലീഗിലും മണ്ടയിലാണെന്ന് പറഞ്ഞ് സുക്കണയെ യൂജി വീണ്ടും ഫൈറ്റ് തുടങ്ങും. സുക്കണ ഇടി കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും യൂജി അവനെ കയ്യെ കയറി പിടിക്കും. എന്നിട്ട് അവനെ എടുത്ത് ഭിത്തിക്കിട്ടെറിയും. സുക്കണ അവിടെ ചെല്ലുമ്പോൾ തന്നെ യൂജിക്കെതിരെ കുറേ സ്ലാഷസ് വിടും. യൂജി ഈ സ്ലാഷസ് എല്ലാം ഒന്നും അല്ലാത്ത രീതി എടുത്തിട്ട് സുക്കണയുടെ വീണ്ടും ഒരു ബ്ലാക്ക് ഫ്ലാഷ് കൊടുക്കും. ഇത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ സുക്കണ യൂജിയുടെ മുഖത്ത് കയറി പിടിക്കും. അങ്ങനെ യൂജിയുടെ മുഖം മുറിയും. ഇതിന് പകരമായിട്ട് യൂജി വീണ്ടും ഒരു ബ്ലാക്ക് ഫ്ലാഷ് കൊടുക്കും. സുക്കണ ഈ ബ്ലാക്ക് ഫ്ലാഷ് കിട്ടിയതിൻ്റെ എല്ലാ ദേഷ്യത്തിൽ യൂജി ആണെങ്കിൽ കാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാനാമയുടെ ഡാൾ ബ്ലേഡ് വന്ന് അവൻ്റെ കൊള്ളുന്നത്. അത് ഈനോയുടെ വകയായിരുന്നു. ഈനോ ചിന്തിക്കും അവൻ്റെ ലെവലിലുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും ചെയ്തിട്ടുണ്ട്. യൂജി ആ ഗ്യാപ്പിനിടെ വന്നിട്ട് സുക്കണയുടെ പുറത്തുണ്ട് അവൻ്റെ 7ാമത്തെ ബ്ലാക്ക് ഫ്ലാഷ് കൂടെ കൊടുക്കും. അവിടെയാണ് ക്രെഡിറ്റിൽ നോട്ട് കിട്ടുന്നത്. കിങ്ങിനൊപ്പമല്ല, അവൻ കിങ്ങിനെ സർപ്പാസ് ചെയ്തെന്ന്. ഈ ചാപ്റ്റർ ഇറങ്ങുന്നോടം വരെ ആൾക്കാർക്ക് യൂജിനെ വലിയ താല്പര്യമില്ലായിരുന്നു. ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞ കാര്യമാണ് അവന് മെയിൻ ക്യാരക്ടർ ആണുള്ള പവറില്ല, അതുപോലെ തന്നെ അവനൊരു മെയിൻ ക്യാരക്ടറിൻ്റെ വൈബും ഇല്ലെന്ന്. അതിനോടൊപ്പം തന്നെ ഇത്ര ഓവർ പവേർഡും ഇത്ര അടിപൊളിയായിട്ടുള്ള ഗോജോ, സാത്തറോ ഉള്ളപ്പം മിക്ക ആൾക്കാർ യൂജിനെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് കണ്ടില്ല. പക്ഷേ ഈ ചാപ്റ്ററിന് ശേഷം യൂജി സ്റ്റോക്സ് മണ്ടേരയ്ക്ക് തന്നെയാണ്. സൺ ഓഫ് കെഞ്ചാക്കു, മാൻ ഹൂ ഇസ് ബ്ലെസ്ഡ് ബൈ ദി സ്പാർക്സ് ഓഫ് ബ്ലാക്ക്, ഡീമൺ ഗോഡ്, ലെഫ്റ്റ് റൈറ്റ് ഗുഡ് നൈറ്റ് സ്പെഷ്യലിസ്റ്റ്, ആൻതസിസ് ഓഫ് സുക്കണ, ഇറ്റഡോറി യൂജി, യു ഹാവ് മൈ റെസ്പെക്ട്. ഇത്രയും ഡാമേജ് കിട്ടിയതിന് ശേഷം സുക്കണയ്ക്ക് ഇനി അധികം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. A few moments later.